കേരള നിയമസഭ പാസാക്കിയ നിയമഭേദഗതി ബില്ലിൽ വന്യജീവി ശല്യം നിയന്ത്രിക്കാൻ സഹായകരമാകുന്ന വ്യവസ്ഥകളുണ്ടെന്ന് മന്ത്രി പി രാജീവ് പറഞ്ഞു. കോതമംഗലത്ത് നടത്തിയ കർഷക സംഗമം ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. കർഷക സംഘം ജില്ലാ കമ്മിറ്റിയാണ് കർഷക സംഗമം സംഘടിപ്പിച്ചത്. വന്യജീവി ശല്യം തടയാൻ നിയമഭേദഗതി വേണമെന്ന ആവശ്യം കേന്ദ്ര സർക്കാർ നിരസിച്ച സാഹചര്യത്തിലാണ് സംസ്ഥാനം നിയമഭേദഗതി കൊണ്ടുവന്നത്. നിയമസഭ പാസാക്കിയ ബില്ലിൽ വന്യജീവി ശല്യം ഇല്ലാതാക്കാൻ ആവശ്യമായ വ്യവസ്ഥകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് മന്ത്രി പി രാജീവ് പറഞ്ഞു. കർഷക സംഘം ജില്ലാ കമ്മിറ്റി കോതമംഗലത്ത് നടത്തിയ കർഷക സംഗമം മന്ത്രി ഉദ്ഘാടനം ചെയ്തു. കേരളത്തിൽ ഇത്രയും മനുഷ്യർ കൊല്ലപ്പെടുന്നു. അതുകൊണ്ട് മനുഷ്യന്റെ ജീവിക്കാൻ അവകാശത്തിന് ഇവരുടെ കടന്നാക്രമണമായി വരുന്നു. നിയമം ഭേദഗതി ചെയ്യണം. എന്നാൽ പ്രമേയം കടലാസിൽ തന്നെ വരുന്നു. യൂണിയൻ ഗവൺമെന്റ് ഒരു നിലപാട് സ്വീകരിച്ചില്ല. ഇപ്പൊ ഈ നിയമസഭ ഞങ്ങൾ നിയമം കൊണ്ടുപോകും. നിയമം കൊണ്ടുവരുമ്പോൾ ചില പരിമിതികളുണ്ട്. കൺകറൻസിലാണ് നിലവിലൊരു നിയമം നിലനിൽക്കുന്നുണ്ട്. ആ നിയമത്തിന് നമ്മൾ ഭേദഗതി കൊണ്ടുവരുമ്പോ ആ ഭേദഗതി ഗവർണർ അംഗീകരിച്ചിട്ട് രാഷ്ട്രപതിക്ക് അയക്കണം. രാഷ്ട്രപതി കൂടി അംഗീകരിക്കുമ്പോഴാണ് അത് നിയമമായിട്ട് വരികയുള്ളൂ. നിയമം ഭേദഗതി ചെയ്യാൻ ഏറ്റവും എളുപ്പം പാർലമെന്റിനാണ്. പക്ഷെ പാർലമെന്റ് ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നില്ല. അത് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് നിയമസഭ ഇപ്പോൾ നിയമം പാസാക്കിയത്. ആ നിയമം അനുസരിച്ചുകൊണ്ട് എങ്ങനെയാണ് ഒരു വന്യജീവി അപകടകാരിയായി മാറുന്നത്? മനുഷ്യരാക്രമിക്കുന്നു, പരിക്ക് പറ്റുന്നു. ഒന്ന് ജില്ലാ പ്രസിഡന്റ് ആർ അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. എസ് സതീഷ്, ആന്റണി ജോൺ MLA, ഷാജി മുഹമ്മദ്, KV ഏലിയാസ്, KA ജോയി, AA അൻഷാദ്, ML ചുമ്മാർ, സാബു വർഗീസ്, KK ശിവൻ, KB മുഹമ്മദ്, AR അനി, PP മൈദീൻ ഷാ തുടങ്ങിയവർ പ്രസംഗിച്ചു. GTV ന്യൂസ് കോതമംഗലം.